രക്ഷിതാക്കളെ, ഈ വിജ്ഞാന പൂങ്കാവനത്തിലെ നിറശലഭങ്ങളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അർത്ഥഗർഭവും പ്രൗഢഗംഭീരവുമായ ഒട്ടനവധി പ്രവാചക പ്രകീർത്തനങ്ങൾ കൊണ്ട് കോരിത്തരിച്ചിരിക്കുന്ന ഈ വേദിയിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ ഭാഗ്യം നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ള പ്രവാചക സ്നേഹികളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവിടുത്തെ ജീവിതം ഇന്നും നമുക്ക് മുമ്പിൽ ഒരു തുറന്ന പുസ്തകം പോലെ ഉണ്ട്. അവിടുത്തെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ഇതുപോലെ അനാവരണം ചെയ്യപ്പെട്ട മറ്റൊരു വ്യക്തിത്വത്തെ ലോക ചരിത്രത്തിൽ പോലും തിരഞ്ഞാൽ പോലും നമുക്ക് കാണാൻ കഴിയുകയില്ല. എന്നാൽ ഇത്രത്തോളം സമൂഹത്തിൽ സമൂല്യമായ മാറ്റം സൃഷ്ടിച്ച പ്രവാചകന്റെ സമുദായമായ നാം അവിടുത്തെ ജീവിതത്തിന്റെ എത്രമാത്രം ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രവാചകരുടെ ജീവിതശൈലി എന്തായിരുന്നു? ലളിതമായ ജീവിതത്തിന്റെ മകുടോദാഹരണമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മക്കയും മദീനയും അടങ്ങുന്ന പ്രവിശാലമായ പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിലായിരുന്നിട്ട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ അവിടുത്തെ പടയങ്കിയ ഒരു ജൂതന്റെ കയ്യിൽ പണയത്തിലായിരുന്നു. പ്രിയമുള്ളവരെ, നാം നമ്മുടെ ജീവിതത്തെ കുറിച്ച് സ്വയം ചിന്തിക്കുക. പലരും ധൂർത്തിന്റെ ഭാഗത്തേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളതിൽ നിന്ന് അല്പം തന്റെ അയൽവാസിക്ക് നൽകണമെന്നുള്ള ഒരു സന്മനസ് നാം കാണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, വയർ നിറച്ച് ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ളതെല്ലാം നശിപ്പിച്ചാൽ പോലും തന്റെ അയൽവാസിക്ക് നൽകാത്ത അവസ്ഥയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഗൗരവത്തെ കുറിച്ച് നാം ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്രിം ജാറക വലൗ കാന കാഫിറൻ, നിന്റെ അയൽവാസി അമുസ്ലിമാണെങ്കിലും നീ അവനെ ആദരിക്കണം എന്നാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലൂടെ ഒരു യഹൂദിയുടെ ഭൗതിക ശരീരവുമായി നീങ്ങുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് ആദരിക്കുകയുണ്ടായി. അപ്പോൾ സഹാബികൾ ചോദിച്ചു, പ്രവാചകനെ, അതൊരു യഹൂദിയുടെ മയ്യിത്തല്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതൊരു യഹൂദിയാണെങ്കിലും ഒരു മനുഷ്യനല്ലേ. ഇസ്ലാം മാനവികതയ്ക്ക് വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. മക്ക വിജയത്തിന്റെ പേരിൽ ശത്രുക്കളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽക്കീഴിൽ നിന്ന് അഭയം തേടി. ജന്മനാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചവരും കൂലി വീഴ്ചവരും ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിൽ ചേർത്തിവരും എല്ലാം അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ എല്ലാം അന്ത്യമായിരിക്കുമെന്ന് കരുതിയിരുന്ന അവരുടെയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ മേൽ പ്രതികാരമല്ല, നിങ്ങൾ എല്ലാവരും സ്വതന്ത്രരാണ്. ഇത് കേട്ട് ശത്രുക്കൾ അത്ഭുതപ്പെട്ടു പോയി.